നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തിരുവോണം നക്ഷത്രജാതർക്ക് ജൂൺ മാസം ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരുന്നു. എന്നാൽ മാസാവസാനത്തോടെ തന്നെ ഇത്രയും കാലം കഴിയാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പൂർത്തിയാക്കുവാനായി സാധിക്കുന്നതാണ്. തിരുവോണം നക്ഷത്രജാതർ ആർക്കും ഒരു വാഗ്ദാനവും നൽകരുത്. മനസ്സിൽ വരുന്ന ആശയക്കുഴപ്പങ്ങൾ നീണ്ടുപോകുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചിലവ് ഉണ്ടാകാനും നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലും പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കുവാൻ വൈകുന്നതാണ്. സ്വയം തൊഴിൽ, ബിസിനസ് എന്നിവ നടത്തുന്നവർക്ക് പണത്തിൻ്റെ ഒഴുക്ക് തൃപ്തികരമാകുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ധൈര്യം വർദ്ധിക്കുന്നു. എന്നാൽ വസ്തു, സ്വത്ത് എന്നിവയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് ഉചിതമായി കാണുന്നു. സുഹൃത്ത് ബന്ധങ്ങൾ സന്തുഷ്ടമായിരിക്കും. ജോലിക്കാരാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നല്ല സമ്പർക്കം പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ബിസിനസ്സുകാർക്കാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുവാനുള്ള താല്പര്യം ഉണ്ടാകുന്നതാണ്. എന്നാൽ ജൂലൈ അവസാന പാദത്തോടെ മാത്രമേ ഈ വിപുലീകരണ സാധ്യത നടപ്പിലാക്കാവൂ. ഇനി അവിവാഹിതർക്ക് വിവാഹം ധൃതിയിൽ ആലോചിക്കുന്നത് വിഷമകരമായി കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ആവുന്നതാണ് ഗുണകരം. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യത്തിൽ പലതരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും വരാമെന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള ആധി വളരെയധികം മാനസിക സമ്മർദ്ദം നൽകുകയും തന്മൂലം നിങ്ങളുടെ ആരോഗ്യാവസ്ഥ അല്പം മോശമാകുവാനും സാധ്യതയുണ്ട്. അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ മൂലം വിവിധങ്ങളായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ധാരാളം ദുർവ്യയങ്ങൾ ഉണ്ടാകുന്നു. ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിനും ആത്മീയ കാര്യങ്ങൾക്കുമായി നിങ്ങൾ സമയം കണ്ടെത്തുന്നത് നന്ന്. നിങ്ങളുടെ കർമ്മസംബന്ധമായുള്ള ധാരാളം യാത്രകൾ നടത്തേണ്ടി വരുന്ന സമയമാണ് ജൂൺ മാസം. കുടുംബത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ്. വീട് പുനർനിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നു. നിലവിലുള്ള വാഹനം മാറ്റി പുതിയ ഒരു വാഹനം വാങ്ങുന്നതായാണ് കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടുള്ള അമിതമായ വിശ്വാസം ഒഴിവാക്കുക. വിശ്വാസവഞ്ചനയിലും ചതിയിലും പെടാമെന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം അതീവ ശ്രദ്ധയോടെ ഓർക്കേണ്ടതാണ്. നിങ്ങൾ പുതിയ സംരംഭങ്ങളോ ബിസിനസ്, സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിലോ ഏർപ്പെടുവാൻ പോകുന്നുവെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർ, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പൊതുജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങൾ, സഹോദരസ്ഥാനീയർ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ തമ്മിൽ നല്ല ബന്ധമുണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ബന്ധുക്കളോടും മിത്രങ്ങളോടും സംസാരിക്കുമ്പോൾ തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ എന്നിവയിൽ ഏർപ്പെടാതിരിക്കുവാൻ അതീവ ജാഗ്രത ആവശ്യമാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്നുള്ള യാത്രകൾ ഉണ്ടാകാം. എന്നാൽ എല്ലാം വിജയപ്രദമായാണ് കാണുന്നത്. സാമ്പത്തിക പ്രശ്നം നിങ്ങളെ ഏറെ ബാധിക്കുന്നില്ല എന്ന് വേണം പറയുവാൻ. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ഉള്ള അതീവ ശ്രദ്ധ ഗുണം ചെയ്യുന്നതാണ്. ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. ജോലിക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗത്തിൽ ഉയർന്ന ഓഫീസർമാരെ അംഗീകരിക്കുക മൂലം നിങ്ങൾക്ക് വ്യവസായത്തിലും ബിസിനസ്സിലും വലിയ വളർച്ച തന്നെ ഉണ്ടാകുന്നതായി കാണുന്നു. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത വിദേശയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില അബദ്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
സാമ്പത്തിക വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് അഭിലഷണീയം. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, അനാരോഗ്യപരമായ കൊഴുപ്പ് സംബന്ധമായ ചില അസുഖങ്ങൾ നിങ്ങളെ ബാധിച്ചേക്കാം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടെ തന്നെ നിങ്ങളുടെ കടബാധ്യത ക്രമേണ മറികടക്കുവാൻ സാധിക്കുന്നതായാണ് കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ലൗകിക കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ വളരെ വലിയ സ്വരച്ചേർച്ചയില്ലായ്മകളും പ്രശ്നങ്ങളുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും സന്താനങ്ങളോടും പെരുമാറുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് മുൻപ് ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണിത്. ജീവിതത്തിലുണ്ടാവുന്ന നിരാശയെയും തടസ്സങ്ങളെയും മറികടക്കുവാൻ ഈശ്വര പ്രാർത്ഥനയും യോഗ അഭ്യസിക്കൽ, വ്യായാമ പ്രക്രിയകൾ എന്നിവ ഗുണം ചെയ്യുന്നു. ഇനി കല, സാഹിത്യം എന്നീ കർമ്മരംഗത്തുള്ളവർക്ക് പൊതുവെ ഗുണസമ്മിശ്രമായ അനുഭവങ്ങളാണ് ജൂൺ മാസം കാണുന്നത്. കർമ്മരംഗത്ത് നിങ്ങൾക്ക് വിവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. പുതിയ പ്രോജക്റ്റുകൾ, കരാറുകൾ എന്നിവ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നതും അനുഭവജ്ഞാനമുള്ളവരുമായി പങ്കുവയ്ക്കുന്നതും ചർച്ച ചെയ്യുന്നതും നന്ന്. തിരുവോണം നക്ഷത്രജാതർ തങ്ങളുടെ പ്രവൃത്തികൾക്ക് മുൻപ് വളരെയധികം ആലോചിക്കുന്നത് അഭിലഷണീയമാണ്. കർമ്മമേഖലകളിൽ പല പുതിയ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. പുതിയ സുഹൃത്തുക്കളുമായി പരിചയപ്പെടാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ മുഖേന വിശ്വാസവഞ്ചന, അപകീർത്തി അനുഭവം എന്നിവ ഉണ്ടാകാം. അതീവ ശ്രദ്ധയോടെ തന്നെ പെരുമാറേണ്ടതുണ്ട്. കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മാതാവിനും സഹോദരർക്കും വളരെയധികം ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണിത്. പുതിയ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ വളരെയധികം സങ്കീർണമായ പ്രശ്നങ്ങൾ പിന്നീട് അനുഭവയോഗ്യമായി വരുന്നുണ്ട്. എന്നതിനാൽ തന്നെ ഇക്കാര്യങ്ങളിലുള്ള അതീവ ജാഗ്രത അഭിലഷണീയമാണ്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പൊതു ആശയവിനിമയം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തിരുവോണം നക്ഷത്രജാതർ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഉചിതമല്ല. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പോലും പാഴായി പോകുവാനുള്ള സാധ്യതയുണ്ട്. ജൂൺ 2-ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിൽ കർമ്മരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ സമയം നിങ്ങളുടെ എതിരാളികൾ കൂടുതൽ ശക്തരാകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. നിലവിലുള്ള കച്ചവടമായാലും വാണിജ്യമായാലും വ്യവസായമായാലും വളരെയേറെയുള്ള ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതാണ്. അല്ലെങ്കിൽ നഷ്ടം വരുവാനും നിലനിൽക്കുന്ന ബിസിനസ് നിർത്തുവാനുമുള്ള സാധ്യത കാണുന്നു. ജൂലൈ ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ കോടതി സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റു തർക്കങ്ങൾക്കോ വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ ഗൃഹകാര്യങ്ങളും ജോലിയും ഒരുപോലെ കൊണ്ടുപോകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ ജൂൺ 15 ഗൃഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങൾക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാനായി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിച്ച് പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനായി അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചനയും മറ്റു യഥാശക്തി വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുന്നത് അഭികാമ്യം. കൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു.
അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.